വിശേഷങ്ങൾ? മിസ്സിന്റെ കുട്ടികളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് മിസ് നല്ല ഒരു കഥയുമായിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം ആരാണെന്ന് നിന്റെ കൂട്ടുകാർക്ക് അറിയാമോ? ഞാൻ അവനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇവരാണ് അപ്പു. അപ്പു എന്നുള്ള ഈ മിടുക്കൻ നിങ്ങളെ പോലെ തന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളാണ് കേട്ടോ. അവന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവൻ അച്ഛനും അമ്മയും പറയുന്നതൊക്കെ കേട്ട് ഒരുപാട് നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൊച്ചു മിടുക്കനാണ് നമ്മുടെ അപ്പു എന്ന് പറയുന്നത്. അപ്പൊ അപ്പുവിന്റെ മികച്ച ആരോഗ്യശീലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ ഒന്ന് നോക്കിയാലോ? ആ ആരോഗ്യശീലങ്ങള് നമുക്കും എന്ത് ചെയ്യാം, നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കിയ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ അപ്പുക്കുട്ടന്റെ പ്രധാനപ്പെട്ട ആരോഗ്യശീലങ്ങൾ എന്ന് നമുക്ക് പഠിക്കാലോ. അപ്പൊ നോക്കിക്കോളൂ, രാവിലെ എഴുന്നേൽക്കും അല്ലെ. അപ്പുക്കുട്ടന്റെ പ്രത്യേകത എന്താ? അവൻ രാവിലെ ഉണരും, വേക്സ് അപ്പ് ഏർലി. അപ്പൊ മക്കൾ എല്ലാവരും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത്. നമ്മൾ രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ അല്ലെ നമുക്ക് പല്ല് തേക്കാനും ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഒക്കെ കൃത്യമായിട്ടുള്ള സമയം കിട്ടും. ലേറ്റ് ആയിട്ടാണ് ഉണരുന്നെങ്കിലോ നമുക്ക് ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. സ്കൂൾ ബസ്സൊക്കെ ചിലപ്പോൾ നമുക്ക് മിസ്സായി പോകും. മൊത്തത്തിലൊരു ഓട്ടമായിരിക്കും അല്ലേ. അപ്പൊ നല്ല സമാധാനത്തിൽ നല്ല അടിപൊളിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എഴുന്നേൽക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ കൂട്ടുകാരൊക്കെ രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശീലമാക്കുക കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മൾ പല്ല് തേക്കുക എന്നുള്ളതാണ് അല്ലേ. ചില ആളുകൾ ഉണ്ടല്ലേ ഇവിടെ ബെഡ് കോഫിയൊക്കെ കുടിച്ച് പല്ലൊന്നും തേക്കാതെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ. അവസാനം കുളിയൊക്കെ കഴിഞ്ഞപ്പോഴായിരിക്കും ഓർമ്മ വരിക, അയ്യോ ഇന്ന് പല്ല് തേച്ചില്ലല്ലോ എന്നുള്ളതല്ലേ. അപ്പൊ പല്ല് തേക്കാതിരുന്നാൽ നിങ്ങളുടെ പല്ല് മുഴുവൻ പുഴുപ്പല്ലായിട്ട് മാറും. അപ്പൊ പുഴുപ്പല്ലാവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? നന്നായിട്ട് പല്ല് തേക്കുന്ന ഒരു ശീലം നമുക്ക് ആരംഭിക്കണം അല്ലേ. മാത്രമല്ല ഒരു തവണയല്ല നമ്മൾ പല്ല് തേക്കേണ്ടത്, ദിവസം 2 തവണ നമ്മൾ പല്ല് തേക്കണം. രാവിലെ നമ്മൾ പല്ല് തേക്കണം, രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് ബ്രഷ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, യെസ്. അടുത്തത് നോക്കണം, പതിവായി കുളിക്കുന്നു. കുളിക്കാൻ മടിയുള്ള കൂട്ടുകാരാണല്ലേ നിങ്ങൾ കുറേ പേരെങ്കിലും. അപ്പൊ നിങ്ങൾ കുളിക്കുക എന്നുള്ളത് അല്ലെ, അസുഖമൊന്നുമില്ലാത്ത സമയത്ത് കുളിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഹാബിറ്റായിട്ട് നിങ്ങൾ മാറ്റേണ്ടതുണ്ട്. അപ്പൊ അതിനാരും ഇനി മുതൽ മടി കാണിക്കേണ്ടതില്ല. മിസ് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം നല്ല ആരോഗ്യശീലങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്? ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും അടിസ്ഥാനമായിട്ട് പാലിക്കേണ്ട കുറേ കാര്യങ്ങളാണല്ലേ. ഇതെല്ലാ കുഞ്ഞുങ്ങളും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്കാണോ കുളിക്കാറ്, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അമ്മയോ അച്ഛനോ അമ്മൂമ്മയോ ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അപ്പൊ നന്നായിട്ട് അല്ലേ വൃത്തിയിൽ നമ്മൾ സോപ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ കുളിക്കണം. ചില ആൾക്കാരുണ്ട് നേരെ ടോയ്ലറ്റിലേക്ക് പോയതിനേക്കാൾ സ്പീഡിൽ വരുന്ന ആൾക്കാരല്ലേ. തലയൊന്നും തോർത്താതെ ഇങ്ങനെ നടക്കുന്ന കാണാം. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുത്. നല്ല അടിപൊളിയായിട്ടല്ലേ കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത നോക്കിക്കേ നിങ്ങള്, ഡ്രിങ്കിങ് ഹോട്ട് വാട്ടർ ഓൺലി. ചൂടുവെള്ളം മാത്രം കുടിക്കുന്നു. ഇത് നല്ലൊരു ഹാബിറ്റാണ് അല്ലേ. കാരണം എന്താ, ഈ ഒരു ശീലത്തിന്റെ പ്രത്യേകത എന്താ? ചൂടുവെള്ളം കുടിക്കുമ്പോൾ അല്ലേ പല രോഗങ്ങളും നമുക്ക് വരാതിരിക്കാൻ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചൂടുവെള്ളം കുടിക്കുക. തണുത്ത വെള്ളത്തിൽ ചിലപ്പോൾ എന്തുണ്ടാവും, കീടാണുക്കളൊക്കെ ഉണ്ടാവും അല്ലേ. അത് കുടിച്ചാൽ ചിലപ്പോൾ നമുക്ക് പനി വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ ചൂടുവെള്ളം കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ല കാര്യമാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം അല്ലേ, ഇതൊരു ഭക്ഷണശീലങ്ങളിൽ പെട്ട ഒരു കാര്യമാണ്. എന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈയും വായും ഒക്കെ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുക എന്നുള്ളത്. നമ്മുടെ കയ്യിലൊക്കെ കുറേ അണുക്കൾ ഉണ്ടാവും അല്ലേ. നഖം കടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതും ചെയ്യാൻ പാടില്ല. അവിടെയൊക്കെ എന്തുണ്ട്, അണുക്കളുണ്ട്. അപ്പം നമ്മൾ വായിലിട്ട് കൈയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിലേക്ക് ഈ രോഗാണുക്കൾ എത്തും. അത് നമുക്ക് നല്ലതാണോ? അല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഭക്ഷണത്തിന് മുന്നേ ശേഷം കൈയൊക്കെ വൃത്തിയായിട്ട് കഴുകുക. അപ്പോൾ കുറേ ആഹാരശീലങ്ങളെക്കുറിച്ചും കുറേ നല്ല ശീലങ്ങളെക്കുറിച്ചും നമ്മളിപ്പോൾ പഠിച്ചല്ലോ. മക്കൾക്ക് വേറെ എന്തൊക്കെ നല്ല ശീലങ്ങളുണ്ട് എന്നുള്ളതും കൂടെ ഒന്ന് ആലോചിച്ച് വെക്കുക. ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇത്തരം നല്ല ആരോഗ്യശീലങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ ആണോ? മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.